നമസ്കാരം. കിരൺ റിജുവിനെ നല്ല യമണ്ടൻ രീതിയിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ധ്രുവ് റാട്ടി. നിങ്ങളുടെ എനർജി മുഴുവൻ രാഷ്ട്രവളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുമെന്നാണ് ധ്രുവ് റാട്ടിയോട് കിരൺ റിജു മറുപടി നൽകിയിരിക്കുന്നത്. വിദേശികൾ സ്പോൺസർ ചെയ്ത ആളുകൾക്ക് പോലും അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന തലവാചകത്തോടെയായിരുന്നു റിജു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ധ്രുവ് റാട്ടിയുടെ വീഡിയോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒട്ടനവധി പേർ മുന്നോട്ട് വന്നതോടെ ധ്രുവ് റാട്ടി കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് കിരൺ റിജുവിൻ്റെ പ്രതികരണം ഉണ്ടായത്. അത് പിന്നെ BJPക്കെതിരെ ആര് സംസാരിച്ചാലും അവരൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ വക്താവായി മാറുമെന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ. നീ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. നിന്റെ ഈ തിളപ്പൊക്കെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ നന്നായിരിക്കും. കൂടുതൽ വലിയ പബ്ലിക് ഫിഗർ ആകുവാൻ മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്നും കിരൺ റിജു വ്യക്തമാക്കി. കോൺഗ്രസിൻ്റെയും AAPയുടെയും വക്താവാകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്നും, എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബിംബം സൃഷ്ടിക്കാൻ സാധിക്കുന്ന നല്ല ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന ഭീഷണിയുടെ സ്വരമാണ് കേന്ദ്രമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി എക്സിൽ കുറിച്ച ഈ പ്രസ്താവനകളോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പൊളിച്ചെടുക്കുന്ന മറുപടിയുമായാണ് ധ്രുവ് റാട്ടിയും രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: കിരൺജി, നിങ്ങളുടെ പേരിൻ്റെ ശരിക്കുള്ള അർത്ഥം പ്രകാശത്തിൻ്റെ കിരണം എന്നാണല്ലോ. നിങ്ങളിങ്ങനെ ചുറ്റും ഇരുട്ട് പരത്തുന്നത് ഒന്ന് നിർത്താമോ? ഇലക്ട്രൽ ബോണ്ട് ദാനത്തിന് പകരമായി വ്യാജമരുന്നുകൾ നൽകി നിങ്ങൾ നാട്ടുകാരുടെ മുഴുവൻ ജീവിതം കൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ വളർച്ച. ലേശ ഉളുപ്പ് നിങ്ങൾക്കുണ്ടോ? ആദ്യം നിങ്ങൾ രാജ്യത്തിലെ ജനങ്ങളോട് സത്യസന്ധത പുലർത്താൻ ശ്രമിക്കൂ. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ രാജ്യത്തിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ. നിങ്ങളുടെ രാജാവ് മോദിക്കും ഇത് ബാധകമാണ്.